ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് റിബൺ വെച്ചുള്ള ഫ്ലവർ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. തുണി കൊണ്ടുള്ള ഫ്ലവേഴ്സ് നമ്മൾ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്, 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ ഇതായിരുന്നു. പിന്നെ ഈ വീഡിയോയും പിന്നെ കുഞ്ഞു ഫ്ലവേഴ്സ്, അതായത് തുണികളിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്ത പോലെ വയ്ക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സും, അങ്ങനെയുള്ള 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതുപോലത്തെ റിബൺ വെച്ചുള്ള ഫ്ലവറാണ് കാണിക്കുന്നത്, റോസ് ഫ്ലവറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികളുടെ ഫ്രോക്കിലും അതുപോലെ നമ്മുടെ ഡ്രസ്സിലും ഹെയർ ബാൻഡിൽ ഹെയർ ക്ലിപ്പിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പൂക്കളാണിത്. നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് 1/2 ഇഞ്ച് വീതിയുള്ള റിബണിലാണ് ഞാനിത് ചെയ്തെടുത്തേക്കുന്നത്. ഒരു 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ഒരു റോള് കിട്ടും. ആ റോളിൽ നമുക്ക് ഒരു 10-60 പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലത്തെ. അപ്പോൾ ഇതിൻ്റെ ആദ്യം വേണ്ടത് നമുക്കിതാ ഇതുപോലെ സൈഡ് ഇങ്ങനെയൊന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ വലിയ ഹോളുള്ളൊരു സൂചിയും വേണം. ഇനി ഈ ഹോളിലേക്ക് ഈ റിബൺ ക്രോസായി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചുറ്റി കൊടുക്കണം. ഈ സൂചിക്ക് ചുറ്റും ചുറ്റി കൊടുക്കണം. സൂചി മാത്രം കറക്കിയാൽ മതി. ആദ്യം വേണമെങ്കിൽ 2 പ്രാവശ്യം ചുറ്റിയിട്ട് ഇതുപോലെ മടക്കി ചുറ്റിയാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്നിങ്ങനെ മടക്കുക, എന്നിട്ട് ചുറ്റി കൊടുക്കുക. സൂചി മാത്രമേ നമ്മൾ തിരിക്കുന്നുള്ളൂ. വീണ്ടും ദാ ആ മടക്ക് തീരുമ്പോൾ ഒന്നും കൂടി ചുറ്റി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് റിബൺ കട്ട് ചെയ്ത് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ആ റോളിൽ നിന്ന് എടുത്തെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വലിപ്പമാകുമ്പോൾ നിർത്താം. ഇപ്പോൾ ഏകദേശം വലിപ്പമായിട്ടുണ്ട്, ഞാനങ്ങനെ നിർത്തുകയാണ്. ഇനി നമുക്ക് ഈ സൂചി ഇങ്ങ് ഊരിയെടുക്കണം. അപ്പോൾ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. കറക്കി കറക്കി ഊരിയെടുക്കുക. ഒറ്റയടിക്ക് വലിച്ചെടുക്കാതെ കറക്കി കറക്കി വലിച്ചെടുക്കണം. കണ്ടില്ലേ? ഇപ്പോൾ കുറച്ച് റിബണോട് കൂടിയാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ റിബൺ താണ്ട് ഇങ്ങനെയൊന്ന് മടക്കണം. കണ്ടില്ലേ? ഒരു പെറ്റൽ പോലെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഒരു ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്താൽ അടുത്ത ഫ്ലവർ ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിന് അത് ഉപകാരപ്പെടും. ഇനി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള അധികം നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഫ്ലവറിനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഒരു ലൈറ്റർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഈ പൂവിൻ്റെ അടിഭാഗം ഒന്നിങ്ങനെ കൂർത്തിരിക്കുകയാണ്. നമ്മളിത് ഉരുക്കുമ്പോൾ ഇത് പിന്നിപ്പോവാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ കൂർത്തിരിക്കുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കണം. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെക്കാനാണെങ്കിൽ ഇത് നന്നായിട്ടിരിക്കും. അതുപോലെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്യുന്ന ടേബിളിൻ്റെ പുറത്ത് വെച്ച് തന്നെ ചെയ്താൽ മതിയാവും. വേണമെങ്കിൽ നമുക്ക് തുണിയുടെ പുറത്തുനിന്ന് ഇതുപോലെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിന് 2 ലീഫും കൂടി ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പിൽ ഈ 2 ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തേക്കുവാണ്. ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഈ ഒട്ടിപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് എവിടെയെങ്കിലും ഒട്ടിക്കണമെങ്കിൽ അടിയിലിരിക്കുന്ന പേപ്പർ മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിൽ ഒരു ലീഫും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതിനായിട്ട് 2-3 ഇഞ്ച് നീളമുള്ള ഒരു ഗ്രീൻ റിബൺ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഈ ഫ്ലവർ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.